ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഹരിവരാസന പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം ഇവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹരിവരാസന പുരസ്കാരം അടുത്ത കാലങ്ങളിലായി PSC പരീക്ഷകളിൽ ഈ ഹരിവരാസന പുരസ്കാര ജേതാക്കളെ ആവർത്തിച്ച് ചോദിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഹരിവരാസന പുരസ്കാരം നൽകുന്നത് ഏർപ്പെടുത്തിയത് കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമാണ്. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നടപ്പിലാക്കിയ പുരസ്കാരമാണ് ഇത് ഹരിവരാസന പുരസ്കാരം. ഇത് ഏർപ്പെടുത്തിയത് 2012 മുതലാണ്. 2012 മുതലാണ് ഇത് നൽകി തുടങ്ങിയത്. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നടപ്പിലാക്കിയ പുരസ്കാരമാണിത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, സംഗീതത്തിലൂടെ സാഹോദര്യവും സമഭാവനയും പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണിത്. സംഗീതത്തിലൂടെ സാഹോദര്യവും സമഭാവനയും പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. അയ്യപ്പ ഭക്തിഗാന ശാഖയ്ക്കും ഭക്തി സംഗീതത്തിനും നൽകുന്ന സംഭാവനകളെ ആദരിക്കുക എന്നതാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യം. ഈ ഹരിവരാസന പുരസ്കാരം നൽകുന്നത് മകരവിളക്ക് ദിവസം സന്നിധാനത്ത് വെച്ചാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാന തുക 2-3 പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. സമ്മാന തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ആദ്യമായി ഹരിവരാസന പുരസ്കാരം നേടിയത് മലയാളത്തിന്റെ ഗായകൻ KJ യേശുദാസിനാണ്. ഏത് വർഷമായിരിക്കും? 2012 അല്ലേ? ഹരിവരാസന പുരസ്കാരം ആദ്യമായി നേടിയതാരാണ്? KJ യേശുദാസ് ആണ്. ഇനി 2023 മുതൽ 2026 വരെയുള്ള ഹരിവരാസന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അതുപോലെ 2024 വീരമണിദാസന് ഹരിവരാസന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഈ വീരമണിദാസൻ 2024 ഇത് പല പ്രാവശ്യം PSC ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2024 ആർക്കാണ് ലഭിച്ചത്? വീരമണിദാസനാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അതുപോലെ 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും ഒടുവിലായി 2026 തിരുവിഴ ജയശങ്കർ, നാദസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കറിനാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2023 മുതൽ 2026 വരെയുള്ള വ്യക്തികളെ ഓർത്തു വെക്കണം. 2023 ശ്രീകുമാരൻ തമ്പി, 2024 വീരമണിദാസൻ, 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 2026 തിരുവിഴ ജയശങ്കർ, നാദസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കറിനാണ് ഏറ്റവും ഒടുവിലായി ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. ഇനി ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആദ്യ പിന്നണി ഗായിക നമ്മുടെ KS ചിത്രയാണ്. ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആദ്യ പിന്നണി ഗായിക ആരാണ്? നമ്മുടെ KS ചിത്രയാണ്. വർഷം 2018 ആണ്. ഇനി നമുക്ക് പത്മപ്രഭ പുരസ്കാരം നോക്കാം. പത്മപ്രഭ പുരസ്കാരം കേട്ടിട്ടുണ്ടാവുമല്ലോ. MK പത്മപ്രഭ ഗൗഡരുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം. അപ്പോ ആരാണ് ഈ MK പത്മപ്രഭ ഗൗഡർ? നമ്മുടെ മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായ MP വീരേന്ദ്രകുമാറിനെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? MP വീരേന്ദ്രകുമാറിന്റെ അച്ഛനാണ് ഈ MK പത്മപ്രഭ ഗൗഡർ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മകൻ MP വീരേന്ദ്രകുമാർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ പത്മപ്രഭ സ്മാരക ട്രസ്റ്റ് നൽകുന്ന അവാർഡാണിത്, പത്മപ്രഭ പുരസ്കാരം. ഇനി ഈ MK പത്മപ്രഭ ഗൗഡർ ആധുനിക വയനാടിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആര്? MK പത്മപ്രഭ ഗൗഡർ. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ആധുനിക വയനാടിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? MK പത്മപ്രഭ ഗൗഡർ. ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, സോഷ്യലിസ്റ്റ് നേതാവാണ്. അപ്പോൾ MK പത്മപ്രഭ ഗൗഡരുടെ സ്മരണാർത്ഥം മകൻ MP വീരേന്ദ്രകുമാർ ഏർപ്പെടുത്തിയ അവാർഡാണ് ഇത്, പത്മപ്രഭ പുരസ്കാരം. ആധുനിക വയനാടിന്റെ ശില്പി എന്നറിയപ്പെടുന്നവരാണ് MK പത്മപ്രഭ ഗൗഡർ ആണ്. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്. ഈ പത്മപ്രഭ പുരസ്കാരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിലെ മികച്ച കൃതികളെയും മികച്ച സാഹിത്യകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. മലയാളത്തിലെ മികച്ച കൃതികളെയും മികച്ച സാഹിത്യകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്.
ഇത് നൽകി തുടങ്ങുന്നത് 1996 മുതലാണ്. 1996 മുതലാണ് പത്മപ്രഭ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. ഇതിന്റെ പുരസ്കാര തുക 75,000 രൂപയാണ്. 75,000 രൂപയാണ് ഇതിന്റെ പുരസ്കാര തുക. ആദ്യമായി പത്മപ്രഭ പുരസ്കാരം നേടിയത് 1996 ആദ്യ പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂറാണ്. ഉണ്ണികൃഷ്ണൻ പുത്തൂറാണ് ആദ്യ പത്മപ്രഭ പുരസ്കാരം നേടിയ വ്യക്തി. ഇനി 1997 പൊൻകുന്നം വർക്കിക്കായിരുന്നു പത്മപ്രഭ പുരസ്കാരം. തുടർന്ന് 1998 എം അച്യുതൻ. ഇനി മറ്റ് ജേതാക്കളെ പരിചയപ്പെടാം. സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ, മനുഷ്യന് ഒരു ആമുഖം അല്ലെ, കഥ വായിച്ചിട്ടുണ്ടാവും. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. പ്രത്യേകിച്ച് ഒരു കൃതി എടുത്തു പറയാനില്ല. അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകളെ മാനിച്ച്, സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച്, മികച്ച സാഹിത്യകാരന്മാരെ മാനിച്ച് കൊടുക്കുന്ന അവാർഡാണ് ഈ പത്മപ്രഭ പുരസ്കാരം. 2023 ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. അതുപോലെ 2024 റഫീഖ് അഹമ്മദ്. 2025 കവിയും തിരക്കഥാകൃത്തുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 മുതൽ 2025 വരെയുള്ള വ്യക്തികളെ ഓർത്തു വെക്കണം. 2023 സുഭാഷ് ചന്ദ്രനും 2024 റഫീഖ് അഹമ്മദും 2025 ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനുമാണ്. ഈ പത്മപ്രഭ പുരസ്കാരവും ഹരിവരാസന പുരസ്കാരവും അടുത്ത കാലങ്ങളിലായി PSC ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ നേടിയ ജേതാക്കളെ, പുരസ്കാര ജേതാക്കളെ ഓർത്തു വെക്കണം. അതിന്റെ സമ്മാന തുകയും ഓർത്ത് വെക്കണം. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ. താങ്ക് യു.